ഏറ്റുവാങ്ങി മുന്നോട്ട് പോവുകയാണ്. അല്പസമയം മുൻപാണ് കേരള എക്സ്പ്രസിൽ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധി സംഘം എത്തിച്ചേർന്നത്. മേയർ വി വി രാജേഷ് ഉണ്ട്, ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ് ഉൾപ്പെട്ട ജനപ്രതിനിധി സംഘമാണ് ഡൽഹിയിൽ എത്തിച്ചേർന്നത്. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച അവർ നടത്തുന്നുണ്ട്, ഒപ്പം തന്നെ പാർലമെന്റ് സന്ദർശിക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസനം ആ ഒരു ലക്ഷ്യത്തിലൂന്നിയുള്ള യാത്രയാണ്. വികസിത കേരളമാണ് ലക്ഷ്യം. എന്തായാലും ആവശ്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാനാണ് തീരുമാനം എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്ന് തിങ്കളാഴ്ചയാണ് ജനപ്രതിനിധി സംഘം പുറപ്പെട്ടത്. ഇന്ന് 1:30 അവർ കേരള എക്സ്പ്രസിൽ എത്തിച്ചേർന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. ഇന്ന് BJP ഓഫീസ് സന്ദർശിക്കുന്നുണ്ട് സംഘം. ഒപ്പം തന്നെ നാളെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലും വസതിയിലും സന്ദർശനം നടത്തുക. ഒപ്പം തന്നെ അവർ പാർലമെന്റ് സന്ദർശിക്കുന്നുണ്ട്. എന്തായാലും റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് അവർ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആവേശം ഒട്ടും തന്നെ ചോരാതെ BJP വികസിത് കേരളം എന്ന ഫ്ലെക്സ് ഒക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ അത് കാണാം. എങ്ങനെയാണ് പരിപാടികൾ? ഒപ്പം തന്നെ ഊഷ്മള സ്വീകരണം ഏറ്റുവാങ്ങി നമ്മുടെ സംഘം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ദ്രപ്രസ്ഥം അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണല്ലേ? ചുവന്ന പരവതാനി വിരിച്ചാണ് ഈ സ്വീകരണ പരിപാടികൾ ഇവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. വലിയ രാജകീയമായ സ്വീകരണമാണ് കേരളത്തിൽ നിന്നുമുള്ള നേതാക്കൾക്ക് ഡൽഹിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെണ്ടമേളമടക്കം നേരത്തെ പ്ലാറ്റ്ഫോമിൽ വലിയ ആഘോഷ പരിപാടികളൊന്നും തന്നെ ക്രമീകരിച്ചില്ലെങ്കിലും ഈ BJP നേതാക്കന്മാർ കടന്നു വരുന്ന വഴിയിൽ ചെണ്ടമേളമടക്കം ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വനിതാ പ്രവർത്തകരടക്കം ഈ സ്വീകരണ പരിപാടിയിൽ ഭാഗമായിട്ടുണ്ട്. കേരളത്തിൽ നിന്നുമുള്ള കലാരൂപങ്ങളുണ്ട്. ഒപ്പം പുഷ്പവൃഷ്ടിയോടുകൂടിയുള്ള സ്വീകരണമാണ്. അതായത് രാജ്യം മൊത്തം കാണണം കേരളത്തിൽ BJP പ്രദേശ സ്ഥാപനങ്ങളിൽ അധികാരത്തിൽ വന്നതും ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് ഇടത് വലത് മുന്നണികൾ മുദ്രകുത്തിയ തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വരികയും വി വി രാജേഷ് മേയറാകുകയും അത് രാജ്യമെമ്പാടും ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം തന്നെയാണ് BJP ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഘടകങ്ങൾക്കും ഇത് വലിയ ആവേശമാണ്. സ്വാഭാവികമായും അവർ അത്തരത്തിൽ ഭാവിയിൽ പ്രവർത്തിക്കുമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ഈ ജനപ്രതിനിധികളെ ഇവിടേക്ക് എത്തിക്കുവാൻ വേണ്ടി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റുവാങ്ങിയ ആ ഉജ്ജ്വല വിജയം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ചുവപ്പ് പരവതാനി വിരിച്ച് നമ്മുടെ ജനപ്രതിനിധി സംഘത്തെ ഇന്ദ്രപ്രസ്ഥം വരവേൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം ജ്വലിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നന്ദനത്. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധി സംഘത്തിന് ഡൽഹി സ്വീകരണം അരുളുകയാണ്. ചുവപ്പ് പരവതാനി വിരിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധി സംഘത്തെ വരവേൽക്കുന്ന ഡൽഹി. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഊഷ്മളമായ സ്വീകരണമാണ് അവർ ഏറ്റുവാങ്ങുന്നത്. മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത് 2 ദിവസം മുൻപ് തിങ്കളാഴ്ചയാണ് എന്നുള്ളതാണ്. ഇന്ന് ഡൽഹിയിൽ വൈകിട്ടോടുകൂടി യുദ്ധസ്മാരകം അവർ സന്ദർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJP ഓഫീസ് സന്ദർശിക്കുന്നുണ്ട്. നാളെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലും വസതിയിലും സന്ദർശനമുണ്ട്. പ്രധാനമന്ത്രി അവർ നേരിട്ട് കാണുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് BJPക്ക് സ്വന്തമായ ഒരു മേയറെ തലസ്ഥാനത്ത് കിട്ടി എന്നുള്ളത് അദ്ദേഹം അസമിൽ പ്രസംഗിക്കുമ്പോൾ പോലും പറഞ്ഞ കാര്യമാണത്. എന്തായാലും ആ പ്രാധാന്യം ഒട്ടും തന്നെ ചോരുന്നില്ല എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. എന്തായാലും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിലെത്തിയപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നാളെ കേരളം BJP ഭരിക്കും. ഒപ്പം തന്നെ BJP മാത്രമായി കേരളത്തിൽ മാറുമെന്നുള്ള കാര്യം. ഇടത് വലത് മുന്നണികൾ എങ്ങനെയൊക്കെയാണ് ഒരു നാടിനെ ഭരിച്ച് മുടിച്ചത്, നാട് കുട്ടിച്ചോറാക്കിയ കാര്യം എല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബരിമല സ്വർണ്ണ കവർച്ച അവർ എങ്ങനെയൊക്കെയാണ് ക്ഷേത്രത്തെ ചൂഷണം ചെയ്ത് അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും അതിൻ്റെ എല്ലാം തുടർച്ചയെന്നോണം
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയ നമ്മുടെ ജനപ്രതിനിധികൾ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഇപ്പോൾ അവർ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങുന്നു. കേരളത്തിനകത്തും പുറത്തും എല്ലാം തന്നെ ഊഷ്മളമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ ആ യാത്ര തുടർന്നത്. ഇന്ന് 1:30 കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധി സംഘം ഡൽഹിയിൽ എത്തിച്ചേർന്നത്. അവിടെ മലയാളികൾ അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. മലയാളികൾ മാത്രമല്ല നമ്മുടെ ജനപ്രതിനിധി സംഘത്തെ സ്വീകരിക്കാനായി അവിടെ എത്തിയത് എന്നുള്ളതാണ്. വനിതകളുണ്ട്, വനിതാ നേതാക്കളുണ്ട്. കേരളത്തിന്റെ തനത് കലകളെല്ലാം തന്നെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ അണിനിരന്നു നമ്മുടെ ജനപ്രതിനിധി സംഘത്തെ വരവേൽക്കാൻ എന്നുള്ളതാണ്. മേയർ വി രാജേഷ് ഉണ്ട്, ദൃശ്യങ്ങളിൽ കാണാം. ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ് ഉണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ BJP ജനപ്രതിനിധികളെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായതുപോലെ, അല്ലെങ്കിൽ അവർ പ്രതികരിച്ചതുപോലെ, നമ്മുടെ നാട്ടിൽ BJP ഏറ്റുവാങ്ങിയ ഊഷ്മളമായ വിജയം, ഉജ്ജ്വലമായ വിജയം, ഊഷ്മളമായ വരവേൽപ്പ് അത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ്. ആ ഒരു വരവേൽപ്പ് തന്നെയാണ് ഡൽഹിയിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. ചുവപ്പ് പരവതാനി വിരിച്ച് നമ്മുടെ ജനപ്രതിനിധി സംഘത്തെ ഇപ്പോൾ വരവേൽക്കുകയാണ് ഡൽഹി. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. നന്ദൻ, നെടുങ്കാട് വാർഡ് കൗൺസിലർ ബീന ഉണ്ട്. നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു യാത്ര? എന്ന് പറയാൻ സ്വപ്നം സാക്ഷാത്കരിച്ച യാത്രയായിരുന്നു. ഞങ്ങളുടെ എല്ലാ കൗൺസിലർമാരും 50 കൗൺസിലർമാരും വളരെ ഹാപ്പിയായി. കാരണം ഞങ്ങൾ എന്ന് പറയാം, വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത് യാഥാർത്ഥ്യമാക്കി തന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴുള്ള ഇവിടുത്തെ സ്വീകരണമാണ് എന്താ പറയുക, മാസ്മരികം, അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് കിട്ടിയ അനുമോദനമായി, സ്വീകരണമായി ഞങ്ങൾ ഇതിനെ കണക്ക്. എല്ലാ സ്ഥലങ്ങളിലും സ്വീകരണം, എല്ലായിടത്തും സ്വീകരണം മാത്രമല്ല, ഞങ്ങൾക്കുള്ള മധുര പലഹാരങ്ങളും ഫലങ്ങളും, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, ഇങ്ങനെ അത് കഴിഞ്ഞ് ഛത്രപതി ശിവജിയുടെ ഒരു പ്രതിമയടക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ മോഡ്യൂളടക്കം സമ്മാനം ചെയ്തുകൊണ്ടാണ് ഓരോടത്തും ആഗ്ര, മധുര എന്ന് പറയാൻ എല്ലായിടത്തും വളരെ വളരെ വലിയ വമ്പിച്ച സ്വീകരണമായിരുന്നു. എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നമ്മൾ ഇനി വികസിത കേരളം എന്നുള്ള വാക്യത്തിന് മുന്നോടിയായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. ഞങ്ങൾ ഈ യാത്രയിൽ വരുന്നപ്പോൾ ഞങ്ങളുടെ വിജയം ആഗ്രഹിച്ചിരുന്ന, ഇന്ത്യ മൊട്ടാകെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള തെളിവാണ്. ഞങ്ങൾ ഓരോ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ജനങ്ങൾ ഞങ്ങളിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. വെള്ളമാകട്ടെ, ഫുഡാവട്ടെ, എല്ലാം ഞങ്ങളെ വൻപിച്ച സ്വീകരണത്തോടെയാണ് ഓരോ സ്റ്റേഷനിലും ഞങ്ങളെ നിർത്തി കൊണ്ടുവന്നത്. പ്രധാനമന്ത്രിയെ കാണണ്ടേ? അതെ, തീർച്ചയായിട്ടും നമ്മളെ ഒരു വട്ടം നേരിൽ കാണാൻ അദ്ദേഹം കേരളത്തിലേക്ക് വന്നിരുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മളെ നേരിട്ട് അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്, വരണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വസതിയിൽ പോവുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത് ഞാൻ പ്രതിനിധിച്ചു പോകുന്ന ഇടവക്കോട് വാർഡിന്റെ ഇതെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇടവക്കോട് വാർഡ് എന്ന് പറയുമ്പോൾ എന്നിലൂടെ ഇടവക്കോട് വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെല്ലുവാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊള്ളുന്നു. മറ്റ് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ഉള്ള തദ്ദേശ സ്ഥാപനങ്ങളിലുള്ള പ്രതിനിധികളുണ്ട്. എവിടുന്നാണ് ചേട്ടാ? ഞാൻ കൊടുങ്ങല്ലൂർ നഗരസഭ, തൃശ്ശൂർ ജില്ലയിൽ നിന്ന്. നിങ്ങളുടെ നഗരസഭ എത്ര പേരുണ്ട്? ഞങ്ങളുടെ നഗരസഭയിൽ 18 BJP കൗൺസിലർമാരുണ്ട്. എന്താണ് പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷം എങ്ങനെയാണ്? വളരെ സന്തോഷം. കാരണം ഇതൊരു സ്വപ്നതുല്യമായിട്ടുള്ള യാത്രയായിരുന്നു. നമ്മളെ കേരളത്തെ സംബന്ധിച്ചറിയാം, ഒരുപാട് ധീരബലിദാനികളുടെ നാടാണ്. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഈ യാത്ര ഉപകാരപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സീറ്റ് BJP കരസ്ഥമാക്കുമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായി നമുക്കറിയാം, എല്ലാ സ്റ്റേറ്റിലും വലിയ സ്വീകരണമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മഹിളാ മോർച്ചയുടെ അധ്യക്ഷ, എങ്ങനെയായിരുന്നു ഈ നിങ്ങളെ കൗൺസിലർമാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, BJPയുടെ ചില നേതാക്കന്മാരുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിൽ ഒത്തൊരുമിച്ചുള്ള ഈ ഒരു യാത്ര? വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പ്രധാന സേവകനെ നേരിട്ട് കാണാനും അതുപോലെ ഇത്തരത്തിൽ ജനപ്രതിനിധികളുടെ പ്രതിനിധികളായിട്ട് ഒരുപാട് ജനപ്രതിനിധികൾ കേരളത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അവരുടെ ചില പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തോടൊപ്പം കേരളവും അണിനിരക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ യാത്ര. നമ്മുടെ തിരുവനന്തപുരം നഗരം പിടിച്ചെടുത്തതിൻ്റെ പ്രതീകമായിട്ട് നമ്മുടെ മേയറും ഡെപ്യൂട്ടി മേയറും അടങ്ങുന്ന ഒരു സംഘം ഡൽഹിയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അതും പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചു
സ്വീകരിച്ചുകൊണ്ട് എത്തുക എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാറ്റം കുറിക്കുന്ന സമയം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ മാറ്റത്തിന്റെ പ്രതിധ്വനി വരുന്ന നിയമസഭാ ഇലക്ഷനിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസ്പിറേഷനും ഞങ്ങൾക്ക് ഈ ഒരു യാത്രയിലൂടെ ലഭിച്ചിട്ടുണ്ട്. വനിതകൾ എത്ര പേരുണ്ട്? വനിതകൾ പകുതി പേരും വനിതകളാണ് ഇതിൽ എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായി ഇവിടെ നിന്നും ഉൾക്കൊള്ളുന്ന പാഠം നാട്ടിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും ഇനി ഒരു തുടർ പ്രവർത്തന ശൈലി? അതായത് ഈ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളായിട്ടുള്ള നിരന്തരം നമ്മുടെ നാട്ടിലെ പ്രവർത്തകരുമായിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നും ഒരു അവസരം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ തരത്തിൽ BJPയുടെ പ്രതിനിധികൾ പരിഗണിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു സൂചന, ഒരു ആത്മവിശ്വാസവും വരുന്ന കാലഘട്ടത്തിലെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ആവേശവും ഉത്തേജകവും ഈ ഒരു വിസിറ്റിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എല്ലാ പ്രവർത്തകർക്കും. സന്തോഷം.